നമസ്തേ. അയോധ്യാകാന്ഡത്തിലേക്ക് സ്വാഗതം. ശ്രീരാമദാസനായ ഭക്ത ഹനുമാന് സമർപ്പിച്ചിട്ടുള്ള ക്ഷേത്രമാണ് അയോധ്യയിലെ ഹനുമാൻ ഗഡി. ഭക്തർ ആദ്യം ഹനുമാൻ ഗഡിയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹവും അനുമതിയും നേടിയ ശേഷമേ ജന്മസ്ഥാൻ സന്ദർശിക്കാറുള്ളൂ. അയോധ്യയുടെ സംരക്ഷണം ശ്രീരാമചന്ദ്രൻ ആഞ്ജനേയനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അയോധ്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമായ ഹനുമാൻ ഗഡിയിലാണ്. ഇവിടെ അയോധ്യയുടെയും ശ്രീരാമന്റെയും സംരക്ഷകനായാണ് ഹനുമാൻ സ്വാമി അറിയപ്പെടുന്നത്. ഹനുമാൻ ഗഡി ഒരു ഗുഹാക്ഷേത്രം കൂടിയാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അയോധ്യയിലെ രാം ജന്മഭൂമിക്ക് സമീപം നഗരത്തിന്റെ മധ്യഭാഗത്താണ് ഹനുമാൻ ഗഡി. കോട്ടയുടെ ആകൃതിയിൽ ചുറ്റുമതിൽ തീർത്ത മലമുകളിലാണ് ക്ഷേത്രം. നാഗരശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. പടിക്കെട്ടുകൾ കയറി ക്ഷേത്രത്തിലെത്തിയാൽ മുകളിൽ നിന്നും അയോധ്യ നഗരം ഒന്നാകെ കാണാം. ഐതിഹ്യമനുസരിച്ച് ശ്രീരാമചന്ദ്രൻ സ്വർഗാരോഹണ സമയത്ത് ഹനുമാനെ അയോധ്യയിൽ തുടരാൻ നിർദ്ദേശിച്ചു എന്നുള്ളതാണ് വിശ്വാസം. സൂര്യചന്ദ്രന്മാർ നിലനിൽക്കുന്നിടത്തോളം, ലോകം രാമമാഹാത്മ്യം പാടിപ്പുകഴ്ത്തുന്നിടത്തോളം ഹനുമാൻ അയോധ്യയുടെ കാവലാൾ ആകണമെന്നും ആജ്ഞാപിച്ചു. അന്ന് തൊട്ട് ഇന്നുവരെ ഭക്ത ഹനുമാൻ അയോധ്യയുടെയും രാജാവായ ഭഗവാൻ ശ്രീരാമന്റെയും രക്ഷകനാണ്. അയോധ്യയിൽ ഏത് പ്രധാനപ്പെട്ട പ്രവൃത്തിയും ഹനുമാൻജിയുടെ അംഗീകാരം നേടിയ ശേഷമേ നടക്കുകയുള്ളൂ. നാലു വശങ്ങളുള്ള കോട്ടയുടെ ആകൃതിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. പ്രധാന ക്ഷേത്രത്തിലേക്കെത്താൻ 76 പടികളും ക്രമീകരിച്ചിട്ടുണ്ട്. ശ്രീരാമഭക്തനായ ഹനുമാൻ തന്നെയാണ് പ്രധാന പ്രതിഷ്ഠ. രാജാവായ വിക്രമാദിത്യൻ അയോധ്യ നഗരം പുനർനിർമ്മിച്ചപ്പോൾ 360 ക്ഷേത്രങ്ങളും ഒപ്പം നിർമ്മിച്ചു. അതിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹനുമാൻ ഗഡി. അയോധ്യയിലെ ഗുഹാക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ വിശ്രമഭാവത്തിലുള്ള മനോഹരമായ ശ്രീ ഹനുമാൻ വിഗ്രഹം കാണാം. വിഗ്രഹം പതിവായി പുഷ്പമാലകളിലും സുന്ദരമായ ചന്ദനത്തിലും അലങ്കരിക്കപ്പെട്ടിരിക്കും. ഭക്ത ഹനുമാന്റെ പിന്നിൽ സീതാസമേതനായ ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും പുരാതന വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അയോധ്യയിലെ മറ്റ് ക്ഷേത്രങ്ങളെപ്പോലെ തന്നെ ഹനുമാൻ ഗഡിയും മുസ്ലിം അധിനിവേശ കാലത്ത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിൽക്കാലത്ത് പുനരുദ്ധരിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇന്നത്തെ നിലയിൽ കാണുന്നത്. രാജ്യത്തെ തന്നെ ശക്തിമത്തായ ആഞ്ജനേയ പ്രതിഷ്ഠകളിൽ ഒന്നാണ് ഹനുമാൻ ഗഡിയിലേത്. ഭഗവാൻ ആഞ്ജനേയനില്ലാതെ അയോധ്യയും ശ്രീരാമചന്ദ്രനും പൂർണ്ണരാവുകയുമില്ല. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് ശ്രീകാന്ത്, ജനം, അയോധ്യ.